ബിടെക്കിലെ അത്യാവശ്യം തേപ്പും പ്രേമവും ഒക്കെ നടന്നിട്ടുള്ളവന്മാർ മാത്രമേ ഈ വീഡിയോ റെസണേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, തലയ്ക്കകത്ത് കയറുള്ളൂ. സോ അവന്മാർ മാത്രം അങ്ങോട്ട് പോയാൽ മതി അടുത്ത വീഡിയോയിലോട്ട്. സോ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിടെക്കിൽ അത്യാവശ്യം പ്രേമം ഉണ്ടാവുന്നത് നല്ലതാണ്. കാര്യം എന്ന് വെച്ചാൽ കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, കൃത്യസമയത്ത് പ്രോജക്റ്റ്, വൈവ കാര്യങ്ങൾ, റെക്കോർഡ് ബുക്ക്, വർക്ക്ഷോപ്പ് അങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യസമയത്ത് നിൽക്കും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സെഷണൽ മാർക്ക് വേണം, ഇല്ലെങ്കിൽ തോറ്റുപോയി പിന്നെ പെണ്ണ് കിട്ടാൻ പറ്റില്ല. 2, അടി പിടി തലയടിച്ച് പൊട്ടിക്കൽ, ഡെസ്ക് എടുത്ത് തറയിലോട്ട് എറിഞ്ഞ് പൊട്ടിക്കൽ, നാശമുണ്ടാക്കുന്ന കാര്യങ്ങളിലേക്ക് പോവില്ല. കാര്യം പ്രിൻസിപ്പൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ സസ്പെൻഷൻ, പിന്നെ കൊച്ചിനെ കാണാനായിട്ട് വരാൻ പറ്റില്ല. ആ ഒരു പേടി, ഉൾഭയം ഉണ്ടാവും. 3, കൃത്യസമയത്തിന് അത്യാവശ്യം പേപ്പറൊക്കെ എഴുതിയെടുക്കണമെന്നുള്ളൊരു തോന്നലുണ്ടാവും. എഴുതിയെടുക്കും എന്നുള്ളതല്ല, അപ്പോഴും സപ്ലിയൊക്കെ ലിമിറ്റ് ചെയ്ത് പിടിക്കാൻ പറ്റും, ഒന്ന് താഴ്ത്തി അനത്തി പിടിക്കാൻ പറ്റും. അത് വലിയൊരു കാര്യമാണ്. 4, കൃത്യസമയത്തിന് പ്ലേസ്മെന്റിലേക്ക് കടക്കും. അല്ലെങ്കിൽ ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞതുപോലെ 3rd ഇയറിനോ അല്ല PSCയിലോ ബാങ്കിങ്ങിനോ കോച്ചിങ്ങിന് പോയി ചേരും. കാര്യം എന്ന് വെച്ചാൽ 4ാമത്തെ വർഷം കഴിയുമ്പോഴത്തേക്കും പോയി പെണ്ണ് ചോദിക്കേണ്ടതാണല്ലോ. സോ ആ ഒരു ഭയം ഉണ്ടാവും. സോ ഈ പറഞ്ഞ കാര്യങ്ങൾ കൊണ്ട് ബിടെക്കിൽ ഒരു പ്രേമം ഉണ്ടാകുന്നത് വളരെ നല്ലതാണ്. പിന്നെ തേപ്പ് കിട്ടിക്കഴിഞ്ഞാൽ എന്നെ പറയരുത്, ഞാൻ പ്രൊമോട്ട് ചെയ്തെന്നൊന്നും പറയരുത്. അതൊക്കെ നോക്കിയും കണ്ടൊക്കെ ചെയ്താൽ കൊള്ളാം. ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഇത്